ഇപ്പോൾ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. അപ്പോഴും ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് സുധാകരൻ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വിശദീകരിച്ചത്. ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ കോൺഗ്രസിന് പോലും സാധിച്ചിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസിന് പോലും സാധിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നതിന്റെ അർത്ഥം കേരളത്തിലാണ് മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു മാനസിക അടിത്തറയുള്ളത്. അവിടെ പോലും കോൺഗ്രസിന് സത്യം പറഞ്ഞാൽ ആദ്യ ഘട്ടത്തിൽ അങ്ങനൊരു നിലപാട് സ്വീകരിക്കാൻ ആയില്ല. ഇപ്പോഴും കോൺഗ്രസിന്റെ വിവിധ സംസ്ഥാനങ്ങളിലെ നേതൃനിരയിലുള്ള മന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ ആ ഉദ്ഘാടന ചടങ്ങ് ഒരു പരിപാടിയാക്കി മാറ്റാനും സംസ്ഥാനത്തുടനീളം തന്നെ ആ പരിപാടിയുടെ ഭാഗമായിട്ട് ദീപാലങ്കാരം ഉൾപ്പെടെ നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. UP, കർണാടക, ഹിമാചൽ പ്രദേശ് തുടങ്ങിയിട്ടുള്ള പാർട്ടി കോൺഗ്രസ് നേതൃത്വം തന്നെ ഞങ്ങൾ ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങളെല്ലാം പോകും എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതായത് മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള BJP വിരുദ്ധ രാഷ്ട്രീയം ഫലപ്രദമായിട്ട് ആദ്യം മുതലേ കൈകാര്യം ചെയ്യുന്നതിൽ വരുത്തിയ വീഴ്ചയിൽ നിന്നാണ് കോൺഗ്രസിന്റെ തന്നെ അണികൾക്ക്, പ്രത്യേകിച്ച് അതിന്റെ സംസ്ഥാന നേതാക്കൾക്ക് ഇങ്ങനെ ഒരു വ്യത്യസ്തതയോടുകൂടി നിലനിൽക്കേണ്ടി വരുന്നത് എന്ന കാര്യം കോൺഗ്രസ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇടതുപക്ഷ പാർട്ടികൾ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചു. വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധമാണെന്ന നിലപാട് വെച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി പണി പൂർത്തിയാവാത്ത രാമക്ഷേത്രം, 25ന്റെ അവസാനം മാത്രം പൂർത്തിയാകുന്ന രാമക്ഷേത്രം 24 ആദ്യം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിക്കുന്നത് രാഷ്ട്രീയമാണ്, വിശ്വാസത്തെ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കലർത്തുന്ന സമീപനമാണ്, വർഗീയ നിലപാടാണ് എന്ന് ഇടതുപക്ഷം ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ചിരുന്നു. ഈ മതനിരപേക്ഷ നിലപാടിന് അംഗീകാരം നൽകുന്ന തരത്തിലാണ് കോൺഗ്രസ് നേതൃത്വം അവസാനം യഥാർത്ഥത്തിൽ നിലപാടിപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ഈ സമ്മർദ്ദം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാന തലങ്ങളിലൊക്കെയുള്ള കോൺഗ്രസ് നേതൃത്വം രണ്ട് തട്ടിലാണെങ്കിൽ പോലും അതിന്റെ ദേശീയ നേതൃത്വം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും ജനകീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇടതുപക്ഷത്തിന്റെ നിലപാടും സ്വാധീനവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അനിവാര്യമാണെന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള സമീപനത്തിലേക്ക് കോൺഗ്രസിന് പിന്നീട് എത്തിച്ചേരേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് ജനകീയ താൽപര്യങ്ങൾ സംരക്ഷിക്കും വിധം അന്ന് ഇടതുപക്ഷം ഇടപെട്ടിരുന്നു. അതിന്റെ പരിണത ഫലമായിട്ടാണ് രണ്ടാം UPAക്ക് തിരിച്ചു വരാൻ യഥാർത്ഥത്തിൽ സാധിച്ചത്. തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ലാതെ രണ്ടാം UPA ഭരിക്കുകയും അവരുടെ ജനവിരുദ്ധ നിലപാടുകൾ, അതിന്റെ നയങ്ങൾ നല്ലതുപോലെ പ്രകടിപ്പിക്കപ്പെടുകയും ചെയ്തതിന് ശേഷം കോൺഗ്രസ് പരാജയപ്പെടുകയും BJP അധികാരത്തിൽ വരികയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ദേശീയ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ പാർലമെന്റിലും ഇടതുപക്ഷത്തിന്റെ പങ്കാളിത്തം വർദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. മതനിരപേക്ഷതയും ജനകീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതും ഞാൻ ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന്റെ വ്യക്തതയോടുള്ള കാഴ്ചപ്പാട് അനിവാര്യമാക്കുന്നു എന്ന് തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ട് കാണാനാവുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത രണ്ടാമത്തെ ഭാഗം കേരളത്തിൽ അതിന്റെ ചരിത്രത്തിൽ ജനാധിപത്യ മുന്നേറ്റത്തിൽ പുതിയ സംഭാവന നൽകുന്നതാണ് നവകേരള സദസ് എന്ന പരിപാടി
എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനാധിപത്യത്തിന്റെ പുതിയ മുഖം മുന്നോട്ടേക്ക് വെച്ച LDF സർക്കാരിന്റെ മറ്റൊരു ചുവടുവെപ്പായിരുന്നു നവകേരള സദസ്. സർക്കാർ അനുഭവിക്കുന്ന കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം അത് ജനങ്ങളുടെ മേലെയാണ് കൃത്യമായിട്ട് വന്ന് ഭവിക്കുക എന്ന കാര്യം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നത് ഇതിന്റെ പ്രധാന ലക്ഷ്യമായി. മാധ്യമങ്ങൾ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ യഥാർത്ഥ വസ്തുത എന്താണെന്ന് ജനങ്ങൾക്കായി സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു ജനകീയ വിദ്യാഭ്യാസത്തിന്റെ പുതിയ അധ്യായം ഇതിലൂടെ തുറക്കപ്പെട്ടു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി അവ പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ കൂടി ഇതിന്റെ ഭാഗമായി നടക്കുകയുണ്ടായി. പ്രഭാത യോഗങ്ങളിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള നിരവധി ആളുകൾ, അത് കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള നിരവധി പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ആശയവിനിമയം ഈ പരിപാടിയിലൂടെ നമുക്ക് പൊതുവായ കേരളത്തിന്റെ ഒരു ചിത്രം ലഭിക്കാനിടയായിട്ടുണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ വിശദീകരിച്ചത്. നിരവധി നൂതനമായ ആശയങ്ങൾ ഇതിന്റെ ഭാഗമായി സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവ പരിശോധിച്ച് പ്രാവർത്തികമാക്കാനുള്ള നടപടികളിലേക്ക് കൂടി സർക്കാർ കടക്കുകയാണ്. ലക്ഷക്കണക്കിന് അപേക്ഷകളാണ് നിവേദനങ്ങളായി ഗവൺമെന്റിന്റെ മുന്നിൽ ഈ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും നിലപാടുകൾ സ്വീകരിക്കാനും പ്രത്യേക സംവിധാനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. വകുപ്പ് തലത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. എല്ലാ ജില്ലയിലും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഈ പരാതികൾ സംബന്ധിച്ചുള്ള പരിഹാരം കണ്ടെത്തുന്നതിനും നിലപാടുകൾ സ്വീകരിക്കാനും ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നപരിഹാരത്തിന് ഒരു വലിയ ശൃംഖല മുഴുവൻ തീർത്ത് ഗവൺമെന്റ് ആകെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സംവിധാനം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ജനാധിപത്യ മുന്നേറ്റത്തിന് പുതിയ സംഭാവനയായി ഇത് മാറുകയാണ്. ഏതാണ്ട് 35 ലക്ഷം ജനങ്ങളുമായി സംവേദിക്കാൻ ജാഥക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ പങ്കെടുത്ത, അതായത് നേരിട്ട് പങ്കെടുത്ത ജനങ്ങളിൽ പകുതിയിലധികം എല്ലാ സ്ഥലത്തും സ്ത്രീകളാണ് എന്നുള്ളതാണ്. സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഉൾപ്പെടെ ഏതാണ്ട് 1.5 കോടി ജനങ്ങളുമായി നവകേരള സദസ്സിന് സംവേദിക്കാനായി. അത് വളരെ